പടിമറിച്ചോരു ഗുരു മൂഢത്വമാകെ മമ. പടിമറിച്ചോരു ഗുരു പീഠം മറന്നെവിടെ പോവേൻ സനാതനമേ. പീഠം മറന്നെവിടെ പോവേൻ സനാതനമേ. രാജാതിരാജ സുരലോകരാജ, രാജാതിരാജ സുരലോകരാജ. അൻപോടിറങ്ങി എൻ്റെ കമ്പമൊഴിച്ചിടുവതീൻ, അൻപോടിറങ്ങി എൻ്റെ കമ്പമൊഴിച്ചിടുവതീൻ. ഉമ്പർപ്പുമാനുറച്ചതിൻപം സനാതനമേ, ഉമ്പർപ്പുമാനുറച്ചതിൻപം സനാതനമേ. രാജാതിരാജ സുരലോകരാജ, രാജാതിരാജ സുരലോകരാജ. മൂഢത്വമാകെ മമ. എൻ്റെ മൂഢത്വമേ, മൂഢനായിരുന്നെന്ന് ആ മൂഢത്വമെല്ലാം എടുത്ത് മറിച്ചില്ലയോ? മൂഢത്വമാകെ മമ പാടെ മറിച്ചോരു ഗുരു. സാക്ഷാൽ ഗുരു ക്രിസ്തു, സാക്ഷാൽ ഗുരു ക്രിസ്തുവാന്ന്. സ്തോത്രം. സാക്ഷാൽ ഗുരു ക്രിസ്തുദേവൻ, ആ ക്രിസ്തു സാക്ഷാൽ ഗുരുവാകുന്ന ക്രിസ്തു എൻ്റെ മൂഢത്വമെല്ലാം മറിച്ചു. മൂഢത്വമാകെ മമ പാടെ മറിച്ചോരു ഗുരു പീഠം മറന്നെവിടെ പോവേൻ സനാതനമേ. പീഠം മറന്നെവിടെ പോവേൻ സനാതനമേ. രാജാതിരാജ സുരലോകരാജ, രാജാതിരാജ. ജോർച്ച എനിക്കിങ്ങനെ പാടി പ്രസംഗിച്ചാൽ ഒക്കുള്ളൂ ജോർച്ച. പിന്നെ ജോർച്ചാനിത് പറഞ്ഞാൽ അന്ന് മനസ്സിലാകുകയല്ല. അല്ല, എനിക്ക് ജോർച്ചാനോട് വൈരാഗ്യം ഉണ്ട്. ഇതാ നമ്മുടെ ഇണക്കതാണ്. പാട്ടുകാരടുത്ത പ്രാവശ്യം ഇവിടെ മതി ഉണ്ടെങ്കിൽ നമുക്കില്ലേ ഇത് മൃദംഗം. ഇതിപ്പം ഞങ്ങളങ്ങോട്ട് കണക്കൊത്ത് വരുന്നില്ല. കർത്താവ് വരാൻ താമസിച്ച ആയുസ്സും ആരോഗ്യവും ദൈവം തന്ന അത്രയൊക്കെ ഉള്ളൂ. അത് തന്നെ ഞാനും നമ്മൾ രണ്ടും തമ്മിൽ ശിക്ഷാവിധിയില്ല. സ്തോത്രം. നമ്മുടെ മൂഢത്വം പോഷത്വമെല്ലാം മാറ്റിമറിച്ചത് ക്രിസ്തുവാണ്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാനാണ് ദൈവം ലോകത്തിൽ പോഷത്വമായ എന്നെയും തെരഞ്ഞെടുത്തത്. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാനാ ബലഹീനവും കുലഹീനവുമായ എന്നെയും കർത്താവ് തെരഞ്ഞെടുത്തത്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ചെല്ലി പറഞ്ഞ് ഞാൻ എൻ്റെ കളറ് ശരിയല്ല, ഈ വിവരക്കേട് പറയാനേ ഈ കളർ തന്നെ അത്ര നല്ലതാണ്. എൻ്റെ കളറിലൊന്നും വലിയ കാര്യമില്ലെന്ന് ഇത് കണ്ണാടി നോക്കിച്ച് തല്ലി പൊട്ടിച്ച കളറിലൊന്ന്. യോ, ഇന്ത്യയുടെ പ്രഥമ പൗരനായിരുന്നല്ലോ ആ ബഹുമാനപ്പെട്ട മൺമറഞ്ഞു പോയ KR നാരായണൻ. കളറ് ഞാൻ പറയണ്ടല്ലോ, എന്തോ പ്രഗത്ഭനായ മനുഷ്യൻ. കളറിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ കുലമഹിമ ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല. നീ ഒന്ന് സമർപ്പിക്കാമോ? ഇന്ന് രാത്രി ആ തൃപ്പാദപീഠത്തിൽ ഒന്ന് സമർപ്പിക്കാമോ? സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഇഷ്ടത്തിനൊക്കുകയല്ല. പണ്ട് രാജാക്കന്മാർ തൃപ്പടിദാനം ചെയ്തതുപോലെ അത് പത്മനാഭസ്വാമിക്ക് കൊണ്ട് തൃപ്പടിദാനം ചെയ്തെന്ന പിന്നെ അവരത് എടുക്കുകയല്ല, സമർപ്പിച്ചിരിക്കുക. അതല്ലേ ഇപ്പോഴും നിലവറ തുറക്കണമെന്നൊക്കെ പറയുമ്പോൾ പിന്നെയും പ്രശ്നങ്ങൾ വന്നത്. തൃപ്പടിദാനമാണ്, കെട്ടിയതെല്ലാം കൊണ്ട് തൃപ്പാദത്തിൽ വെച്ചെന്നാണ്. നമ്മുടെ വിഷയം അതല്ല, ഞാൻ ആ പദം പറഞ്ഞതാണ്. ആ തൃപ്പാദത്തിൽ നിന്നെ ഒന്ന് സമർപ്പിച്ചേ. ഈ ബലഹീനമായതിനെ അല്ലയോ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ എനിക്ക് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഈ ബ്രദറുകാരുടെ പാട്ടുകളും സൈമൺ സാറിൻ്റെ ചൊല്ലുമൊക്കെയാണ് എനിക്കിഷ്ടം. കാരണം അതിനകത്തേ വല്ലോ ഉള്ളൂ. സാറ് പണ്ട് ചൊല്ലിയില്ലയോ, കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസിറായൊരു ശിംശോനായിരം ഫലിസ്ത്യരെ കാശിനെ തന്നിൽ കൊന്ന് വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈജനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ള ഒരു ദബ്ദദബ്ദിയും കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാം ചാപമായി തീരുമെങ്കിൽ ഉത്തമ നിൻ ദീപ്തിയാലൻ ബുദ്ധി ശോഭിക്കില്ലേ.
നമസ്തേ ദേവദേവ നമസ്തേ വിശ്വവന്ധ്യ നമസ്തേ നദജനപാലന പാരായണ മോശയിന്നാവിനെ നീ പ്രവർത്തിച്ചമമാക്കി സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു മോശമായി ഒന്നുമില്ല നിന്നുടെ കരം ചേർന്നാൽ ഊടിക്ക് നിർമ്മാതാവേ ദൈവനിർണയമാകും ആടിയിലാരിറങ്ങും ചൂടുറ്റ ഗഗനാർത്ഥ ശബ്ദമാം തിമികളും വേദമാം സാഗരത്തിൽ ആരിറങ്ങും എങ്കിലും അവിടുത്തെ മാഹാത്മ്യം ഉരയ്ക്കുവാൻ അന്തരാ ചിന്തിച്ചൊരുങ്ങുന്നൊരു വാഗ്മിയുണ്ടോ എന്നിരിക്കലും ഇവൻ മന്ദനാം ഇവൻ ജ്യോതിർമന്ദിരാ നിൻ ചരിത്രം എങ്ങനെ വർണ്ണിച്ചിടും. നാളെ ഞാൻ ചൊല്ലിയപ്പോൾ ഒരു തള്ള പറഞ്ഞ പുള്ളിയെ ഹിന്ദുമാർഗത്തിൽ നിന്ന് വന്നതില്ലേ അതിൻ്റെ ബന്ധനങ്ങളായത് മുഴുവൻ. ഈ തള്ളയ്ക്ക് എന്തേലും ബോധമുള്ളതാണ്. തള്ള ഇങ്ങനെ അറകൊല തുല്ലും പോലെ തുല്ലുന്നല്ലാതെ തള്ളയ്ക്ക് യാതൊരു ബോധമുള്ള തള്ളയാണ്. ബോധമില്ലാത്ത തള്ള. ഒരു പറയാം പുള്ളി ശരണമൊക്കെ വിളിച്ചേച്ച് വന്നല്ലേ അതിൻ്റെ ബന്ധനങ്ങളായത്. നീ എന്നോട് കയറി കൊത്തരുത്. ഞാൻ സാറ് നല്ല കണക്കെട്ടല്ലയോ അങ്ങോട്ട് ചൊല്ലി വെച്ചേക്കുന്ന സൈമൺ സാറ്. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ കരം കഴുത. ഇത് കൈയല്ല, കരം. അങ്ങനെ കരം. കരം കഴുത, തുരകം കുതിര, മയം ഒട്ടകം, മഹിഷം പറ മഹിഷം പോത്ത്. എനിക്കും തോന്നുന്നുണ്ട്. മഹിഷം, പോത്ത്, ഋഷഭം, കാള. സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചല്ലയോ ഇതെല്ലാം. പടം വരെ സഹിത വെച്ചാ പഠിപ്പിച്ചത്. കാളയുടെ വരം വെച്ചിട്ട് അതിനിടെ ഋഷഭം പഠിപ്പിച്ചപ്പോ പഠിച്ചതാ. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ കരം കഴുത. കാശിന് കൊള്ളുന്നതല്ല കഴുത. പടലി ഒടിക്കാനാ പ്രമാണം. പിന്നെ ഇത് ചുമ്മിക്കൊണ്ടിങ്ങനെ അങ്ങ് പോകുന്നതേ ഉള്ളൂ. ആ കാശിന് കൊള്ളുന്നതല്ല കഴുത. ആ കഴുതയുടെ താടിയല് ഒന്നിനും കൊള്ളുകയില്ല. പക്ഷേ വചനം അറിയാവുന്നവർക്കറിയാം, ഫെലിസ്തീന് വന്ന് വട്ടമിട്ട് നിന്നപ്പോൾ ശിംശോൻ നോക്കി, കയ്യിൽ ആയുധമല്ല, ഫെലിസ്തീന് വന്ന് പരതി വട്ടമിട്ട് നിൽക്കുന്നു. നോക്കിയപ്പോൾ ഒരു കഴുതയുടെ താല് ചാടി എടുത്തൊരടി. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസിറായൊരു ശിംശോൻ. ചുമ്മാ കയറി അടിക്കരുത്, നാസീവ്രതം വേണം. നീ കാണുന്നിടത്തെല്ലാം മെലിഞ്ഞാണെന്ന് വെച്ച് താടിയെല്ലാം എടുത്തു കഴിഞ്ഞാൽ അവൻ നിന്നെ തിരിച്ച് നിന്റെ താടിയല് കളയും. ഇത് വ്രതം വേണം. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസിറായൊരു ശിംശോൻ. നാസി വ്രതസ്ഥനാ. മുന്തിരി കഴിക്കരുത്, കാടി കുടിക്കരുത്, കുരു തിന്നരുത്, തൊലി തിന്നരുത്, അതിന്റെ രസമറക്കരുത്. മുന്തിരി ഉണങ്ങിയതാകട്ടെ പച്ചയാകട്ടെ ഒന്നും പാടില്ല. മുന്തിരിയുടെ ഒരു രസവും പാടില്ല. ശവത്തെ തൊട്ട് അശുദ്ധനാക്കരുത്, തലമുടി കത്തിരിക്കരുത്. യഹോവയുടെ നാസീർ വ്രതം നിന്റെ ശിരസിലിരിക്കുക. കൂട്ടായ്മയിലൊക്കെ ഒത്തിരി പേര് വരുമെങ്കിലും വ്രതമുള്ളത് കുറച്ചേ ഉള്ളൂ. അതാ നാസീർ വ്രതം. അപ്പൊ നാസിറായൊരു ശിംശോൻ 1000 ഫെലിസ്ത്യരെ കാശിനി തന്നിൽ കൊന്ന് വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. കാക്കാശിന് കൊള്ളുന്ന കൊള്ളാത്ത കഴുതയുടെ പച്ചത്താടിയിലെടുത്ത് കുന്നുണ്ടെന്നും പറഞ്ഞടിച്ച് ശിംശോൻ അത്ഭുതം ചെയ്യുവാൻ ദൈവം പ്രാർത്ഥനാക്കിയെങ്കിൽ കർത്താവിന് കഴിയാത്ത കാര്യം വല്ലതും ഉണ്ടോ? സ്നേഹിത സഹോദര, നീ പറ എന്നെ ആർക്കും വേണ്ട, ഇനി ആത്മഹത്യയുള്ള നാട് വിട്ടു പോകാം, അയ്യോ എനിക്ക് ഇനി ചാകുക തന്നെ. അല്ല, നിന്നെ യേശുവിന് ആവശ്യമുണ്ട്. നിനക്കാ തോന്നുന്ന നിന്നെ ആർക്കും വേണ്ടെന്ന്, നിന്നെ കൊണ്ട് യേശുവിന് ആവശ്യമുണ്ട്. അയ്യോ പ്രായം പോകുന്നു, അതൊന്നും വിഷയമല്ല. പ്രായം വിഷയമേ അല്ല. സ്തോത്രം. അയ്യോ 85കാരൻ പണ്ട് പറഞ്ഞ എന്നാ ഒന്നും പറഞ്ഞില്ലേ? 85കാരൻ പണ്ട് പറഞ്ഞില്ലേ? 80കാരൻ പണ്ട് പറഞ്ഞായിരുന്നു. അതേതാ? 80കാരൻ. അത് 80 വായിച്ചാൽ എന്നിട്ട് പിന്നെ 85 പിടിക്കാം. മോശമൊന്നുമല്ല. അയ്യോ മോശമൊന്നുമല്ല. ആലേ ഒന്നും അല്ല തള്ളയുണ്ടായി. ശമൂവേലിന്റെ 2-ാം പുസ്തകം
19-ാം അധ്യായത്തിന്റെ 31 മുതൽ അങ്ങോട്ട് വായിച്ചേ. ശമൂവേലിന്റെ 2-ാം പുസ്തകം 19-ന്റെ 31 മുതൽ താഴോട്ട് വായിച്ചേ. ഗിലെയാദ്യനായ ബർസില്ലായിയും രോഗേലീമിൽ നിന്ന് വന്നു രാജാവിനെ യോർദാനക്കരെ കടത്ത് യാത്ര അയപ്പാൻ അവനോടുകൂടെ യോർദാൻ കടന്നു. അടുത്തത് ബർസില്ലായിയോ 80 വയസ്സുള്ള ഒരു വയോധികനായിരുന്നു. പുള്ളിയുടെ കാര്യമാണ് പറഞ്ഞത്. ബർസില്ലായിയോ 80 വയസ്സുള്ള ഒരു വയോധികനായിരുന്നു, പ്രായമുള്ള അപ്പന. രാജാവ് മഹനയീമിൽ പാർത്തിരുന്ന പണ്ട് മഹനയീമിൽ പാർത്തിരുന്ന കാലം ദാവീദ് രാജാവ് പണ്ട് മോനെ പേടിച്ചൊരു ഓട്ടം ഓടി. പിള്ളേർ ശരിയല്ലേ, പിന്നെ ഓടുവല്ലോ. കൊച്ചുങ്ങൾ ശരിയല്ലേ, നീ വരാന്തേ കിടക്കേ ഉള്ളൂ. കൊച്ചുങ്ങളകത്ത് കയറി മറ്റേ കിടക്കും. അപ്പോ അബ്ശാലോമിനെ പിടിച്ച് പണ്ട് ഒരു ഓട്ടം ഓടി ഈ പുള്ളി ദാവീദ് ഓടിപ്പോയ കാലത്ത്. ദാവീദ് പണ്ട് രാജാവ് മഹനയീമിൽ പാർത്തിരുന്ന കാലത്ത് അവൻ ഭക്ഷണ സാധനങ്ങൾ അയച്ചു കൊടുത്തു. ഈ ബർസില്ലായി പണ്ട് ശാപ്പാട് ഭക്ഷണമൊക്കെ കൊടുത്തു. ആ കൊടുത്തത് എന്നാന്ന് ഇത് മറിക്കാതെ കൊണ്ടൊന്ന് വായിച്ചേ, അതിലും വചനം പ്രകാശിക്കുന്നല്ലോ. കൊടുത്തത് എന്നാണ്ട് പുറകിലോട്ടൊന്ന് ഇറങ്ങിക്കുക, ഇത് മറിക്കരുത്, ഇത് നമുക്ക് വായിക്കണം. അപ്പൊ തന്നെ മറ്റേ 17-ാം അധ്യായത്തിന്റെ 27, 28 കൂടെ വായിച്ചേച്ച് പറയാൻ വരണം. ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബയിൽ നിന്ന് നാഗാശിന്റെ മകൻ ശോബി, ലോദേബാരിലെ അമ്മിയലിന്റെ മകൻ മാഗീർ, രോഗേലീമിൽ നിന്ന് ഗിലെയാദനായ ബർസില്ല എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിന് കൂടെയുള്ള ജനത്തിന് ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലര്, അമരയ്ക്ക, പയറ്, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചു ഇരിക്കുമല്ലോ എന്നവർ പറഞ്ഞു. പിന്നെ മാമേ സ്തോത്രം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ്. അങ്ങനെ ഒത്തിരി അമ്മമാരും അപ്പന്മാരും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാ ഇങ്ങനെ അങ്ങ് നിന്ന് പോകുന്നത്. ദൈവത്തിന്റെ കൃപ. അപ്പൊ ശ്രദ്ധിക്കുക, ദാവീദ് മഹനയീമിൽ പാർത്തിരുന്ന കാലത്ത് ഈ ഭക്ഷണ സാധനമൊക്കെ കൊണ്ട് കൊടുത്തയാളാ ബർസില്ലായി. ഇനി മുമ്പേ വായിച്ച വാക്യം, ബർസില്ലായോ 80 വയസ്സുള്ള വയോധികനായിരുന്നു. രാജാവ് മഹനയീമിൽ പാർത്തിരുന്ന കാലത്ത് അവൻ ഭക്ഷണ സാധനങ്ങൾ അയച്ചു കൊടുത്തു. പിന്നെ അവൻ മഹാധനികനായിരുന്നു. ഇഷ്ടം പോലെ കാശുണ്ടായിരുന്നു. ബേബി, കാശ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമായില്ല, കാശ് ഇറക്കി കളിക്കണം. അതാരുടെ വസ്തു? അത് ഞങ്ങളുടെ ഇല്ലയോ? എത്രയുണ്ട്? അത് 3.5 ഏക്കർ കാണും. അതോ? അത് നമ്മുടെ അത് ചെറുക്കൻ ലണ്ടനിൽ പോയപ്പോൾ എഴുതിച്ചതാ. അത് എത്രയുണ്ട്? ഒരു 1.25 കാണും. വീടാണ്. അതേളെ മോൻ പണിയിപ്പിച്ചേക്കുന്ന. അവനെവിടാ? അവനിപ്പം കാനഡയിലുണ്ട്. സ്വതരാഴ്ച ഇടുന്നത് 10 രൂപ. ആണ്ട പാവത്തിൻ്റെ ഇരിപ്പ് കണ്ടോ? വല്ലതൊക്കെ കൊടുക്കണം. അങ്ങോട്ട് കൊടുത്താലേ അത് എനിക്കും തരുവുള്ളൂ. എനിക്കത്ര അതൊന്നും അടുത്ത കൺവെൻഷൻ ഞാൻ പൊതുവെ പറയാം. അതൊക്കെ ഞാൻ പറയും. പിന്നെ നന്ന് തരികയല്ലെന്നോ? എന്നാ യോഗം നടന്നതാ. എല്ലാവരുടെക്കലും വേല ഇറക്കുമ്പോൾ എൻ്റെ അടുക്ക വേല ഇറക്കരുത്. സ്തോത്രം. എനിക്ക് രാത്രി കള്ളനോട്ടടിയൊന്നുമില്ല. നമ്മൾ ഇതുകൊണ്ട് തന്നെ ജീവിക്കുന്ന ആളാ. കാശ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചില കാശുകാരെ കണ്ടിട്ടില്ലേ? മീൻ മേടിക്കാൻ വിട്ട മീൻ മേടിക്കുകയല്ല, അവിടെ പോയി നോക്കി നിൽക്കും. രാവിലെ വിട്ടതപ്പോൾ മേടിക്കുകയല്ല, വൈകുന്നേരം വരെ അവിടെ മരത്തെ ചാരി സന്ധ്യ കഴിയുമ്പോൾ ഇത് പയ്യെ ചീവടിക്കും. അപ്പോൾ അവർക്ക് മഴയും പെയ്യുന്ന വിറ്റേച്ച് എങ്ങനെയും അപ്പം ഈ പുള്ളി കയറിയേക്കും. എന്താ വില? അത് അച്ഛനും കൊണ്ടുപോക്ക്, ഉള്ളത് തന്നാൽ മതി. എന്തിനാടാ ബേബി ഇങ്ങനെ ജീവിക്കുന്നത്? അതൊക്കെ ആവശ്യമുള്ളവർ അത് ഊതെടുത്തോളൂ. നിങ്ങളെല്ലാം ഒന്നും എടുക്കണ്ട. അതൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട് ആൾ, അവരെടുത്തോളൂ. അതെ, നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പൊ ഈ ബർസില്ലായോ 80 വയസ്സുള്ള വയോധികനായിരുന്നു. ദാവീദ് പണ്ട് മഹനയീമിൽ പാർത്തിരുന്ന കാലത്ത് ഇവനായിരുന്നു ഭക്ഷണ പദാർത്ഥ പാനീയങ്ങളെല്ലാം കൊണ്ട് കൊടുത്തിരുന്നത്. അടുത്ത വാക്യം ആയിര്
രാജാവ് ബർസില്ലായിയോട് രാജാവ് ബർസില്ലായിയോട് എന്നോട് കൂടെ പോരുക, എന്നോട് കൂടെ നീ പോരുക, ഞാൻ നിന്നെ യെരൂശലേമിൽ എന്റെ അടുക്ക പാർപ്പിച്ച് രക്ഷിക്കും. അവിടെ ഒരു ദൂത് പറഞ്ഞേച്ചങ്ങ് പോകാം. നീ എനിക്ക് അമരക്കായും പയറും പരിപ്പും അല്ലേ തന്നത്? എന്റെ കഷ്ടതേ, ഞാൻ നിനക്ക് പയറും പരിപ്പും ഒന്നും അല്ല തരുന്നത്, യെരൂശലേമിലെ സുഖജീവിതം. നല്ല ദാവീദാകുന്ന ക്രിസ്തു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. സ്തോത്രം. നല്ല ദാവീദാകുന്ന യേശു ക്രിസ്തു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആ ക്രിസ്തുവാ നിന്നോട് പറയാൻ പോകുന്നത്. നീ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചാൽ, നീ ക്രിസ്തുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്താൽ, നീ യേശു ക്രിസ്തുവിനെ വേണ്ടി സമർപ്പിച്ചാൽ, നീ യേശു ക്രിസ്തുവിനെ ആരാധിച്ചാൽ, നീ യേശു ക്രിസ്തുവിനെ വേണ്ടി ജീവിച്ചാൽ, നിന്റെ 10 പൈസ ചെലവാക്കിയാൽ, പച്ചവെള്ളം കൊടുത്താൽ, വേലയ്ക്ക് ചുമല കൊടുത്താൽ, നിനക്ക് പയറും പരിപ്പും അല്ല തരുന്നത്, യെരൂശലേമിലെ സുഖജീവിതം. അയ്യോ, എന്റെ വിഷയമല്ല, ഞാൻ എടുത്ത വാക്യത്തിലോട്ട് വരുന്നില്ല. ജോർജ് അമ്മിക്കാർ അത് അടുത്ത അപ്പുറം കൺവെൻഷന് പറയാനേ ഒക്കെയുള്ളെന്നാണ് തോന്നുന്നത്. സ്തോത്രം. കർത്താവ് വരാൻ താമസിച്ച ദാവീദ് ആ കഷ്ടകാലത്ത് ഭക്ഷണമെല്ലാം കൂടെ കൊണ്ട് കൊടുത്തു. ബർസില്ലായി. ദാവീദിനെ കൊണ്ട് നല്ല കാലം വന്നപ്പോഴേ, കഷ്ടകാലം അല്ലയോ, ഓടിയത് അങ്ങനെ കിദ്രോൻ തോട് കടന്നു, ഒലിവുമലയെ കയറി. ഇതൊക്കെ നമ്മുടെ കർത്താവ് അനുഭവിച്ചു. സ്വന്തം മോനെ പേടിച്ചാ ഓടിയത്. വിശുകാതമ്പുരാനും അങ്ങനെ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ. എന്നാലും നമ്മുടെ മിശികാതമ്പുരാനും അന്ത്യത്താഴം കഴിഞ്ഞ് കിദ്രോൻ തോട് കടന്നു. ദാവീദും അങ്ങനെ കിദ്രോൻ തോട് കടന്ന് ഒലിവുമലയുടെ കയറ്റം കയറുക. കർത്താവും പോയില്ലേ ഒലിവുമല. ഓവാനത്തിൽ ആദികാഭാര വാഹിച്ചതിനാൽ ഗന്ധസമന ഓവാനത്തിൽ ആദികാഭാരം വാഹിച്ചതിനാൽ ആദിവ്യതയിൽ ആയിട്ടോ താതാനിഷ്ടം നടപ്പതിനനുസരിച്ചോ, താതനിഷ്ടം നടപ്പതിനനുസരിച്ചോ. ഓ നിൻ മരണം കൊണ്ടെന്നെ നരകം നീയകറ്റി, മരണം കൊണ്ട് നരകം നീയകറ്റി, മഹത്വ ിപ്പാൻ കൃപ ചെയ്യണമേ, എൻ കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ. യേശുവേ നന്ദി, നന്ദി ദൈവത്തിന് നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, നന്ദി, നന്ദി. ഓ ദേവേശ യേശുപരാ ജീവനേ കായിടിഞ്ഞോ ജീവനറ്റ പാപികൾക്ക് നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ, നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ.
യേശുവിന്റെ തിരുമരണം കൊണ്ട്, യേശുവിന്റെ തിരുരക്തം ചിന്തിയത് കൊണ്ട്, യേശുവിന്റെ തിരുമേന് തകർക്കപ്പെട്ടത് കൊണ്ട് ഇന്ന് രാത്രി നമുക്ക് രക്ഷയും വിടുതൽ സമാധാനം ഉണ്ടായി. ഇന്ന് രാത്രി നിനക്ക് രക്ഷ വേണമെങ്കിൽ, വിടുതൽ വേണമെങ്കിൽ, മോക്ഷം പ്രാപിക്കണമെങ്കിൽ, അവൻ രക്ഷപ്പെടണമെങ്കിൽ യേശുവിനെ ഉള്ളത്തിലേറ്റെടുത്ത് പോകും. അപ്പൊ ഈ പുള്ളി കച്ചതയുടെ സമയത്ത് ഭക്ഷണമെല്ലാം കൊണ്ട് കൊടുത്തത് ആ ദാവീദിന്. 80 വയസ്സുള്ള വയോധികനായിരുന്നു ദാവീദ്. പണ്ട് മഹനയീമിൽ പാർത്തിരുന്ന കാലത്ത് ഈ പുള്ളി ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം കൊണ്ട് കൊടുത്തു. ബർസില്ലായോ 80 വയസ്സുള്ള വയോധികനായിരുന്നു. വായിച്ച ഭാഗം എല്ലാം മറിച്ചു. ബർസില്ലായി രാജാവിനോട് പറഞ്ഞു തന്നാൽ, ബർസില്ലായിയോ 80 വയസ്സുള്ള ഒരു വയോധികനായിരുന്നു. രാജാവ് മഹനീമിൽ പാർത്തിരുന്ന കാലത്ത് അവൻ ഭക്ഷണ സാധനങ്ങൾ അയച്ചു കൊടുത്തു. അവൻ മഹാധനികനായിരുന്നു. രാജാവ് ബർസില്ലായിയോട്, അവൻ മഹാധനികനായിരുന്നു രാജാവ് ബർസില്ലായിയോട്, എന്നോടുകൂടെ പോരുക, എന്നോടുകൂടെ നീ പോരുക, ഞാൻ നിന്നെ യെരൂശലേമിൽ എന്റെ അടുക്കൽ പാർപ്പിച്ച് പറയുക, ഞാന് നിന്നെ യെരൂശലേമിൽ എന്റെ അടുക്കൽ പാർപ്പിച്ച് രക്ഷിക്കുമെന്ന് പറഞ്ഞു. എന്റെ അടുക്കൽ പാർപ്പിച്ച് രക്ഷിക്കുമെന്ന് പറഞ്ഞു. അല്ലാതെ നീ അങ്ങ് ഇപ്പൊ അവിടെ പോയി കിടന്ന് ഞങ്ങൾ പിന്നെ പ്രാർത്ഥിച്ചും പോച്ചും ഒക്കെ നിന്നെ കൊണ്ടുവരാന്നൊന്നുമല്ല പറഞ്ഞു. ആരോട് പറഞ്ഞു? നിന്നെ ഞാൻ കയ്യോടങ്ങ് കൊണ്ടുപോവാന്ന്. സ്തോത്രം. നിന്നെ ഞാൻ യെരൂശലേമിൽ എന്റെ അടുക്കൽ പാർപ്പിച്ച് രക്ഷിക്കും. രക്ഷിക്കാൻ കഴിവുള്ളവനാ ഞാൻ. രക്ഷിപ്പാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഒറ്റ മധ്യസ്ഥൻ ക്രിസ്തു മാത്രം. ഒന്നേകാം മധ്യസ്ഥനില്ല. ഒന്നേ ഉള്ളെന്ന് അവിടെ എവിടെ പോയി നീ ഓങ്ങി ആങ്ങി കാണിച്ച് നിൽക്കരുത്. മധ്യസ്ഥൻ ഒന്നേ ഉള്ളു, ക്രിസ്തു. പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത്. ഒരേ ഒരു ദൈവം, ജീവനുള്ള ദൈവം. യേശു ക്രിസ്തുവിനെ പറ്റി അങ്ങനെ പറഞ്ഞ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു, ഏകദൈവം, ഒരേ ഒരു മധ്യസ്ഥൻ ക്രിസ്തു മാത്രം. ഒരൊറ്റ പരിശുദ്ധൻ ദൈവം തമ്പുരാൻ മാത്രം. അല്ലാതെ കിഴക്കൊരു പരിശുദ്ധനും വടക്കൊരു പരിശുദ്ധനും പടിഞ്ഞാറിന്റെ പരിശുദ്ധൻ ഒറ്റ ചുത്തന്മാരുമില്ല. ആകെ ഒരു പരിശുദ്ധനുള്ള ദൈവം തമ്പുരാൻ മാത്രം. നീയല്ലോ ഏക പരിശുദ്ധൻ, അങ്ങനെ ആ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. ഒറ്റ മധ്യസ്ഥൻ ക്രിസ്തു മാത്രം. രക്ഷിക്കാൻ കഴിവുള്ളവന് ഒരുത്തൻ, യേശു ക്രിസ്തു മാത്രം. അവൻ രക്ഷാനായകനാ, അവൻ വിശ്വാസത്തിന്റെ നായകനാ, അവൻ ജീവനായകനാ. സ്തോത്രം, സ്തോത്രം. അതെ. അപ്പോൾ ഈ ജീവനായകനായ ക്രിസ്തു, പാട്ടെല്ലാം വരുന്നുണ്ട്, സമയത്തെ ഭയപ്പെടുന്നതുകൊണ്ട് പാടാൻ അങ്ങ് നിൽക്കുന്നത് ഇല്ല. നമ്മുടെ വിദ്വാൻകുട്ടിച്ചൻ പണ്ടൊരു പാട്ട് പാടിയായിരുന്നല്ലോ ജമൽസിനെ. വിദ്വാൻകുട്ടിച്ചൻ ഒത്തിരി പാടിയായിരുന്നല്ലോ അല്ലേ? അതികളൊഴിച്ചെന്നെ കാക്കുന്നവൻ. പഴയ അഞ്ചരയാ, അഞ്ചര. ആ പാവം പിടിച്ച വിദ്വാൻകുട്ടിച്ചനെ കൂടെ ചതിച്ചത് ആ തൊമ്മനാ. ഏതാ? കൂടാരപ്പള്ളി തൊമ്മൻ. തൊമ്മൻ്റെ ഒരു വെളിപാടാണ്, ഒരു വെളിവുകേടായി പോയത്. എന്നാലും കുട്ടിയച്ഛൻ്റെ പാട്ട് കേമം. അതികളൊഴിച്ചെന്നെ കാക്കുന്നവൻ, പക്ഷനാദികൾ തന്നോ നിത്യം പോറ്റുന്നവൻ. അതികളൊഴിച്ചെന്നെ കാക്കുന്നവൻ, പക്ഷനാദികൾ തന്നോ നിത്യം പോറ്റുന്നവൻ. നീതി വഴിയിലെന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. എൻ ജീവനായകന് മനുവേലേലൻ ജീവനായകന്. ഞാനവനും അവൻ എനിക്കവനും, പിന്നെ ഞാനവനൊഴികെ മറ്റാരെയുമേ
ഞാനവനും അവൻ എനിക്കവനും പിന്നെ ഞാനവനൊഴികെ മറ്റാരെയുമേ ന്യൂനമറിയുന്നതിൽ എനിക്കവനെല്ലാമായ വൻ ജീവനായകനെ മനുവേ ലേലൻ ജീവനായകനെ. അവൻ രക്ഷാനായകൻ, യേശുക്രിസ്തു ജീവനായകൻ, അവൻ വിശ്വാസത്തിൻ്റെ നായകൻ, അവൻ മാത്രമാണ് നമ്മുടെ നായകൻ. അനുഗമിക്കുന്നെങ്കിൽ യേശുവിനെ അനുഗമിക്കുക, ആരാധിക്കുന്നെങ്കിൽ യേശുവിനെ ആരാധിക്കുക, അനുധാവനം ചെയ്യുന്നെങ്കിൽ യേശുവിൻ്റെ പുറകെ പോകും, അംഗീകരിക്കുന്നെങ്കിൽ ക്രിസ്തുവിനെ അംഗീകരിക്കുക. അംഗീകരിക്കാനും അനുഗമിക്കാനും കൊള്ളാവുന്ന ഒറ്റയൊരുത്തനുള്ള ക്രിസ്തു മാത്രം. സ്തോത്രം. യേശു ക്രിസ്തുവിനിടയ്ക്ക് ഏതെല്ലാം വകുപ്പിൽപ്പെട്ട ആൾക്കാരാ വന്നേ. പുള്ളി ഒരു പ്രശ്നവും കൂനത്തള്ള വരെ വന്നു. എന്നാൽ തള്ള ഇങ്ങോട്ട് വരണ്ടെന്നും എന്നാ ഒരു പരുങ്ങല്. നാളെ പറഞ്ഞ പോലെ തല്ലുകൊള്ളുകാന്ന് എല്ലാവരും കൊള്ളിച്ച് വെച്ചാൽ ഞാൻ പോകുള്ളൂ. അങ്ങനെ ഞാൻ തന്നെ തല്ലുകൊണ്ട് വെച്ച് അതൊക്കെ വേറെ കേസ്. അങ്ങനെയൊക്കെ ഇപ്പോൾ തന്നെ തല്ലുകൊണ്ട് പോകുന്ന ഉപദേശിമാരുണ്ട്. ഞാനങ്ങനെ പോലെ ഉള്ളുകാന്നെ മുഴുവൻ എണ്ണത്തിന് ഞാൻ വെച്ചാലും മിക്കാറും. ഊനി വശം കെട്ടൊരു തള്ളയില്ലയോ, ഊനിത്തള്ള, ആയുസ് നെവരാത്തൊരു തള്ള. അത് ഊനി പടച്ചു വന്ന് യേശുവിൻ്റെ അടുക്കലോട്ട് കർത്താവ് പറഞ്ഞു, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അടിച്ചു. ചെമ്മീൻ പോലെ തള്ള ഇരുന്നത്. ചെമ്മീൻ കണ്ടിട്ടില്ലേ? ചെമ്മീൻ ഉണക്കച്ചെമ്മീനാന്നെ കുറച്ചുകൂടെ കൂന് കൂടും. പച്ചയ്ക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഞെട്ടലുണ്ട്. ഉണക്ക അങ്ങ് കണ്ടവാനം കൂനി കണ്ടവാനം ഇരുന്നതല്ലേ. യേശുവിൻ്റെ ഇടയ്ക്ക് ചെന്ന് കർത്താവ് ഇന്ന് വരെ കൂനത് വരാത്തൊരു തള്ള യേശുവിൻ്റെ ഇടയ്ക്ക് ചെന്ന് യേശു പറഞ്ഞു, സ്ത്രീയെ നിന്റെ രോഗബന്ധനം. തള്ളയാണ്ട കമ്പിപടി പോലെ നിൽക്കുന്നു. അതാ പറഞ്ഞ അനുഗമിക്കുന്നെങ്കിൽ യേശുവിനെ അനുഗമിക്കാം. നിന്റെ ജീവിതത്തിൻ്റെ ഊനം മാറ്റും. നിന്റെ കുടുംബം നിവർന്നു വരും. നിന്റെ സന്തതി നേരെ നിൽക്കും. നിന്റെ സന്തതിയുടെ സന്താനം നേരെ നിൽക്കും. അനുഗമിക്കുന്നെങ്കിൽ യേശുവിനെ അനുഗമിക്കും. പ്രൈസ് ദി ലോർഡ്. അന്നേരം വേറൊരു സഹോദരി വരുന്നത് ആരാ? രക്തസ്രവക്കാരി. അവളാന്ന് തിക്കും പൊക്കം നോക്കിയായി നടക്കുന്നത്. യേശുവിൻ്റെ അടുക്കലോട്ട് വന്ന് ദേഹത്തെങ്ങാണ്ട് തൊടാൻ വന്നതാ. കർത്താവ് അതിനൊന്നും എതിരല്ലല്ലോ. ശരീരത്ത് തൊടാനായി ഈ സഹോദരി വന്നത്. കാരണം സൗഖ്യം കിട്ടും. പക്ഷെ തെള്ളു കാരണം ദേഹത്തങ്ങാണ്ട് തൊടാൻ വന്നപ്പോൾ തുണിയിലാ കൊണ്ടത്. അല്ലെന്താണ് ആ തുണിയെങ്കിൽ തുണി കയറി തൊട്ട് പെട്ടെന്നങ്ങ് സൗഖ്യമായി. അന്നേരം ക്രിസ്തു നിന്ന് ചോദിച്ചു, എന്നെ തൊട്ടത് ആര്? അപ്പൊ ശിഷ്യന്മാര് പറഞ്ഞു, തൊട്ടെന്നോ ഉള്ള ആണ്ട് പീറ്റർ 3 പ്രാവശ്യം ഉരുട്ട് വീണിച്ചിരിക്കുക ആള് കാരണം. തോമാച്ചനെ മിക്കാറും വൈകിട്ട് കിഴി കുത്തേണ്ടി വരും. ആള് കൂടുകയെന്ന്. കർത്താവ് പറഞ്ഞടാ, നീ അല്ല ഈ തള്ളുണ്ടാക്കിയത് ഫോട്ടോ എടുക്കാനും വാട്സപ്പിൽ വരാനും. എൻ്റെ കാര്യമെല്ലാം വാട്സപ്പിൽ. പിന്നെ ഇപ്പം അങ്ങനത്തെ ഒരു കാലമാണല്ലോ. എന്തേലും വന്നാൽ ഉടനെ അത് വാട്സപ്പിനകത്തും പിന്നെ വേറെ ഒരു ബുക്കുണ്ടല്ലോ, ആ ഫേസ്ബുക്ക്, ആപ്പും ബുക്കും ഒക്കെ ആപ്പം മൊത്തം. ആണെന്ന് ഒരു ട്രാക്റ്റ് കൊടുത്താൽ ഉടനെ അത് എത്രയോ അപ്പന്മാർ ട്രാക്റ്റ് കൊടുത്ത്, എത്രയോ പേര് പരദ്യോഗം നടത്തി, എത്രയോ പേര് കൺവെൻഷൻ വെച്ച് ഒരാപ്പിനകത്തും. അവരാപ്പിനകത്തൊന്നും വീഴുകയല്ല. നീ ആപ്പിനകത്ത് കൂടെ വീടുന്നത് കൊണ്ടായി ആപ്പിനകത്തോട്ട് ഇടുന്നത്. പ്രതിഫലം അവിടെ ചെല്ലുമ്പോഴല്ലേ കിട്ടുന്നേ. സ്തോത്രം. കർത്താവ് നിന്നെ ചോദിച്ചു, എന്നെ തൊട്ടതാരാ? അപ്പൊ ചോദിച്ചു, ആര് തൊട്ടെന്നോ? അയ്യോ, തട്ടിയും മുട്ടിട്ട് നടക്കാം. അങ്ങനൊന്നും അല്ല.
ഈ ആൾക്കൂട്ടം തന്നെ നാരായണൻ എന്നെ വിശ്വാസത്തോടൊന്ന് തൊട്ടിട്ടുണ്ട്. എങ്ങനെ അറിയാം? എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഇന്ന് രാത്രി അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെടുന്ന രാത്രിയാണ്. മാറാ രോഗത്തിൽ, തീരാ വ്യാധിയിൽ, ആശുപത്രി തള്ളിയ കേസ്, ഏത് രോഗമാകട്ടെ, അടുത്തുവാ, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടും.